നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 14, 15, 16 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയ പരിപാടിയുണ്ട്. അത് നിങ്ങളെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ഹൈപ്പും ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ഫോൺ വിളിക്കരുത്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി പറയാം. അപ്പോൾ അത് എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈപ്പിംഗ് പറയാം. മാർച്ച് 14 രാവിലെ 9:33 AM മുതൽ മാർച്ച് 16 വൈകിട്ട് 6:14 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. മാർച്ച് 15 വെളുപ്പിന് 1:04 AM സൂര്യൻ രാശി മാറി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ പല ആർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ മാറി മാറി വരും. അപ്പോൾ അത് ഓരോന്നിലും ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതാണെങ്കിൽ എടുത്ത് പറയാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. ഈ രാഹുകാലം എല്ലാവർക്കും വലിയൊരു പ്രശ്നമാണ്. അത് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ കലണ്ടറിൽ കിടക്കുന്ന ഇത് കൃത്യമായിട്ടുള്ള സമയമല്ല. രാഹുകാലം 14 തീയതി രാവിലെ 9:37 AM മുതൽ രാവിലെ 11:06 AM വരെയാണ് 14 തീയതി രാഹുകാലം. 15 തീയതി രാഹുകാലം വൈകിട്ട് 5:04 PM മുതൽ വൈകിട്ട് 6:33 PM വരെയാണ് 15 തീയതി രാഹുകാലം. 16 തീയതി രാവിലെ 8:06 AM മുതൽ 9:36 AM വരെയാണ് 16 തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഫലങ്ങൾ നോക്കാം. മേടം രാശിക്ക് 14 തീയതി സൂര്യൻ അനുകൂലമാണ്. പക്ഷെ 15 തീയതി മുതൽ അനുകൂലമല്ലാതായി മാറുന്നു, പ്രതികൂലമായിട്ട് മാറുന്നു. 12ാം ഭാവത്തിലേക്ക് സൂര്യൻ മാറുന്നു. അപ്പോൾ 14 തീയതിക്കുള്ളിൽ തന്നെ 14 തീയതി തന്നെ നമ്മൾ പ്രധാനപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ശനിയും പ്രതികൂലമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. സൂര്യനും ശനിയും 15 തീയതി തൊട്ട് പ്രതികൂലമാണെങ്കിലും പൊതുവെ ഈ ദിവസങ്ങളിൽ ശിഖി, സർപ്പം, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പൊതുവെ ധനവരവ് കൂടിയിരിക്കും. എങ്കിലും നമുക്കിവിടെ സൂര്യനും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് പൊലിമ കുറയും ഇവരുടെ സൗഭാഗ്യങ്ങൾക്ക്. അത് പ്രത്യേകിച്ച് ഈ മീനമാസം മുഴുവൻ. ഓക്കെ. ഇനി ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് 15 തീയതി സൂര്യൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. കൂടാതെ 11ാം ഭാവത്തിൽ തന്നെ ശനിയും ശുക്രനും നിൽക്കുകയാണ്. കൂടാതെ ചൊവ്വ
കർമ്മഭാവത്തിൽ. പിന്നെ സൂര്യൻ ഇപ്പോൾ നേരത്തെ തന്നെ അനുകൂലമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ കൂടുതൽ അനുകൂലമായി. ഓക്കെ, അപ്പോൾ തൊഴിൽ വിജയങ്ങൾ, പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. ഇവർക്ക് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അത്യധികം ഗുണാധിക്യമാണ് ഇടവൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ. ഓക്കെ, ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദ ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് സൂര്യൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് 15-ാം തീയതി മുതൽ. ഓക്കെ, അപ്പോൾ തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ഭാഗ്യപരീക്ഷകളിൽ സാധ്യത. എങ്കിലും ഇവിടെ ചന്ദ്രൻ അഷ്ടമത്തിലാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇതിനൊക്കെ ഒരു നേട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ കുറയും. എങ്കിലും അതിനുശേഷം ചന്ദ്രനും കൂടെ അനുകൂലമാകുമ്പോൾ നിരവധി സൗഭാഗ്യങ്ങൾ ഇവർക്കുണ്ടാവും. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമായിട്ട് തുടരുന്നു. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ മിഥുനം രാശിക്ക് അല്പം നല്ല കാലം ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുള്ള അനുകൂല ഫലങ്ങളൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. എനിവേ, ഇനിയിപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ചൊവ്വയും കൂടെ അനുകൂലമാവും. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ അത്യധികം ഗുണാധിക്യമുള്ള കാലങ്ങൾ വരാൻ പോവുകയാണ്. ഇനി കർക്കിടകം രാശി. പൂർണ്ണാർദ്ധം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് സൂര്യൻ പ്രതികൂലാവസ്ഥയിൽ നിന്ന് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലേക്ക് മാറുന്നു 15-ാം തീയതി. അപ്പോൾ അത്രയും നേട്ടങ്ങൾ, അത്രയും സൗഖ്യം നിങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വ. അത് പക്ഷേ ഏപ്രിൽ 2-ന് അനുകൂലമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലേക്ക് മാറുന്നു. പിന്നെ അഷ്ടമത്തിൽ സർപ്പം നിൽക്കുന്നു. വ്യാഴം 12-ാം ഭാവത്തിൽ തന്നെ. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, പിന്നെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക, പറ്റുമെങ്കിൽ വഴിപാട് നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഒരു പരിധിവരെ ഈ പറഞ്ഞതൊക്കെ അല്പം ശാരീരിക സൗഖ്യം കിട്ടിത്തുടങ്ങും. അത് ചൊവ്വ കൂടി പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ രോഗങ്ങൾ ശമിക്കാൻ തുടങ്ങും ഏപ്രിൽ 2 തൊട്ട്. ഓക്കെ, എന്തായാലും ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. എന്തായാലും ആ ദോഷാധിക്യം അല്പം ഉണ്ടായിരുന്നത് മാറിയിട്ടുണ്ട്. അത് ഈ സൂര്യൻ 15-ാം തീയതി വെളുപ്പിന് പ്രതികൂലമല്ലാതായി മാറും. ഓക്കെ, ഭാഗ്യസ്ഥാനത്ത് വരും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ചിങ്ങം രാശിയെ നോക്കാം. മകം പൂര ഉത്തര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 5 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. സൂര്യൻ 15-ാം തീയതി മാറുമെങ്കിലും അത് അവരുടെ 7-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഓക്കെ, അല്ല, അഷ്ടമത്തിലേക്ക് മാറുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ ഒഴിവാക്കാൻ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന് ജലധാര, ചൊവ്വാഴ്ച മുരുകന് പാലഭിഷേകം, ബുധനാഴ്ച ശ്രീകൃഷ്ണന് കദളിപ്പഴ നിവേദ്യം അല്ലെങ്കിൽ വെണ്ണ നിവേദ്യം നടത്തുക. ശനിയാഴ്ച അഷ്ടമ ശനിയാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവയുടെ അനുകൂല ഭാവം കൊണ്ട് ഇതിൻ്റെ ദോഷാധിക്യം കുറഞ്ഞ് കിട്ടും. എന്നാലും പൂർണ്ണമായിട്ട് മാറുന്നില്ല.
കാരണം അഷ്ടമത്തിൽ ഇവിടെ ശനിയും സൂര്യനും നിൽക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യൻ ഇവിടെ ഇപ്പോൾ പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നു. 7ാം ഭാവത്തിൽ സൂര്യനും ശനിയും വന്നിരിക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് തുടരുന്നു. അപ്പോൾ ചൊവ്വ, ബുധൻ, സർപ്പം ഇവ 6ാം ഭാവത്തിൽ തുടരുന്നു. അപ്പോൾ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാവാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒരു പരിധിവരെ നേട്ടമുണ്ടാവും. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. 15ാം തീയതി തുലാം രാശിക്ക് സൂര്യനും കൂടി അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ മീനമാസം മുഴുവൻ ചിത്തിര, ചോതി, വിശാഖം നാളുകൾക്ക് ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കാണാൻ ശ്രമിക്കുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടം ഈ മീനമാസം മുഴുവൻ 15ാം തീയതി മുതൽ. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും ശനിയും വ്യാഴവും അനുകൂലമായിട്ട് തുടരുന്നു. ജൂൺ 2 വരെ വ്യാഴം അനുകൂലമായിട്ട് തുടരും. അപ്പോൾ അതിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവർക്ക് സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഇവർക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് 15ാം തീയതി തൊട്ട്. പിന്നെ ഒരു ഹൈലൈറ്റ് ഉള്ളത് ഇതാണ്: ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല. അപ്പോൾ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. സൗഹൃദ വലയങ്ങൾ വികസിക്കും. പിന്നെ ഇവർക്ക് ചൊവ്വയും വ്യാഴവും പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലപൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വാഹനലാഭം, ഗൃഹലാഭം, ഭൗതിക സുഖങ്ങൾ. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയാഴ്ച വരെ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നല്ല കാലം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അത് ക്ലച്ച് പിടിച്ചോളും. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഗിയർ കഴിഞ്ഞ് സെക്കൻഡ് ഗിയറിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ താമസിയാതെ ടോപ്പ് ഗിയറിൽ വരും. അതായത് മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്നത്. കുറച്ച് കാലമായിട്ട് ദോഷാധിക്യവും ഗുണദോഷ സമ്മിശ്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ മാറിയിട്ടുണ്ട്. സൂര്യൻ ഇവർക്ക് 15ാം തീയതി മുതൽ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ ഭാഗ്യം അത് ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും. അതുപോലെ ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ സർവകാര്യ വിജയം, ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. വ്യാഴം പക്ഷേ പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്
തുളസിമാല വഴിപാടായിട്ട് നിവേദിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും പാൽപ്പായസം കഴിപ്പിക്കാം. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമുള്ള കാലഘട്ടം തുടങ്ങുകയാണ്. ഓക്കെ, ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. എന്നാൽ തന്നെയും ഇവർക്ക് ജന്മത്തിൽ നിന്ന് സൂര്യൻ മാറുന്നു 15-ാം തീയതി. അപ്പോൾ അതൊരു നേട്ടമാണ്, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. എന്നാൽ തന്നെയും സൂര്യൻ ജന്മത്തിൽ നിന്ന് മാറിയതുകൊണ്ട് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയും, ശമിക്കും. എങ്കിലും ചൊവ്വയും സർപ്പവും 12-ാം ഭാവത്തിൽ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഒരു പരിധിവരെ ഉണ്ടാവും. പക്ഷേ അത് സൂര്യൻ്റെ മാറ്റം കൊണ്ട് കുറച്ച് ഭേദമാവും. ഇവർ ചൊവ്വാഴ്ച മുരുകന്, തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ഒരു പരിധിവരെ. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും ഒരു പരിധിവരെ. ഭൗതിക സുഖങ്ങളും ഇവർക്ക് അനുഭവവേദ്യമാവും ഒരു പരിധിവരെ. കുംഭം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി. മീനം രാശിക്ക് സൂര്യന് കൂടി ജന്മത്തിൽ വരുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച ജന്മശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്ത് കുറേയൊക്കെ നേട്ടം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. പൊതുവേ മീനം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 14-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, 15-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 16-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അതല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 14-3-2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 4, 1, 3, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 15-3-2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 5, 3, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 16-3-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. പിന്നെ വേറൊരു വീഡിയോ ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നമ്പറുകളൊക്കെ ഗൾഫിലും മറ്റും നടക്കുന്ന ലോട്ടറിയിൽ ഏതാണ്ട് 100% വരിക തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞ നമ്പറുകൾക്ക് നറുക്ക് വീണു. കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് അതിലൂടെ പലർക്കും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭാഗ്യ നമ്പറുകൾ പറയുന്നത് ചുമ്മാ ഒന്നുമല്ല, അതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു 28 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നമ്പറിന് ലോട്ടറി കോടികൾ സമ്മാനം വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോട്ടറിയെ ബേസ് ചെയ്തുകൊണ്ട് വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കുക. 16-3-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 6, 1, 9, 3 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 14-ാം തീയതി രാവിലെ 5:01 AM മുതൽ രാവിലെ 5:49 AM വരെയാണ് 14-ാം തീയതി രാഹുകാലം. ബ്രഹ്മമുഹൂർത്തം. 15-16 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ 5 AM മുതൽ 5:48 AM വരെയാണ്. 15-16 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 14-ാം തീയതി ഉച്ചയ്ക്ക് 12:12 PM മുതൽ 12:05
59 PM വരെയാണ്. 14-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 15, 16 തീയതികളിൽ ഉച്ചയ്ക്ക് 12 മണി 11 PM മുതൽ ഉച്ചയ്ക്ക് 12 മണി 59 PM വരെയാണ്. 15, 16 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ഒരു 100% പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാം. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.